ഹലോ, വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് കൊല്ലത്ത് കൊച്ചച്ഛൻ്റെ വീട് വരെ പോവുകയാണ്. അപ്പം ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന്. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്, അതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. എല്ലാവരും ഉണ്ട്, അച്ഛനും അമ്മയും പിങ്ങിയും ബബലും. അനിയനില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അവൻ കോളേജിൽ പോയി, ഒരു ഫ്രണ്ട്സോടൊക്കെ ഇവിടേക്ക് പോയിക്കുവാണ്. പിന്നെ നമ്മൾ പോകുന്നത് കസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ നമ്മൾ RP മോളിൽ വന്നേക്കാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് മേടിക്കണം. അപ്പോൾ നമ്മളിവിടെ സെർച്ച് ചെയ്യുക, എന്താ മേടിക്കണം എന്നുള്ള രീതിയിൽ. നമ്മളതേ സ്റ്റെപ്പ് ഇങ്ങനെ എക്സ്കലേറ്റർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ദൈവം ഒന്ന് വെച്ച്. അപ്പോൾ അതുപോലെ നമ്മൾ ട്രെൻഡ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അവന് വാച്ച് വാങ്ങണം എന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വാച്ചാണ് സെലക്ട് ചെയ്ത ഫാസ്റ്റ് ട്രാക്കിന്. ഞാൻ ആക്ച്വലി അതിൻ്റെ പിക്ക് എടുക്കാനങ്ങ് മറന്നുപോയി. പിന്നെ ആ ചേട്ടൻ റാപ്പ് ചെയ്യുന്നൊരു ബിറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് അത് വാങ്ങി ഇറങ്ങി. ഇതാണ് അതിൻ്റെ പാക്കേജ്. ഇത് അടുത്ത് കാണിക്കുന്നതാണ് വാച്ച്. എനിക്കിഷ്ടപ്പെട്ടു. ഇത് നബറിന് ഉണ്ടാക്കിയ നമ്മുടെ അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഇതായിരുന്നു നന്ദുവിൻ്റെ രാത്രി 12 മണിക്കത്തെ കേക്ക് കട്ടിങ്. അമ്മുവാണ് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തത്. ഇതാണ് കേക്ക്. ഇത് ക്യൂട്ടി പൈയിലെ കേക്കാണ്. നല്ല അടിപൊളി കേക്കാണ്. പിന്നെ ഇത് നന്ദുവിൻ്റെ വൈഫ് അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. സൂപ്പർ ബിരിയാണി ചിക്കൻ ഫ്രൈയും ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾ 4 കസിൻസാണ്. നന്ദു, അമ്മു, ഞാൻ, അനിയൻ. ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. കൊച്ചച്ഛനും കുഞ്ഞമ്മയും ഞാനും അച്ഛനും അമ്മയും അനിയനും അമ്മും നന്ദു ഉള്ള ഞങ്ങളുടെ ക്യൂട്ട് ഫാമിലിയാണിത്. ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, കസിൻസ് ആണെങ്കിലും കുഞ്ഞമ്മ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഇത് ഞങ്ങൾ പിന്നെയും കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തതാണ്. ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെയും പിക്സ് എടുത്തതാണ്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടി നല്ലൊരു ബർത്ത്ഡേ ആയിരുന്നു അവൻ്റെ. ഇതാണ് ഞങ്ങളെ കണ്ടപ്പോൾ. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നല്ലൊരു ദിവസമായിരുന്നു. നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മളവിടെ പോയി ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ അമ്മു നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നന്ദുവിൻ്റെ വൈഫ്, ഞങ്ങൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ പായസമൊക്കെ കുടിച്ചു. നല്ല ദിവസം. കുറേ നേരം നമ്മളവിടെ ഇരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ബ്രദർ ജോയിൻ ചെയ്തു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. എനിക്ക് വയ്യായ്കകളും ക്ഷീണമൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, വയ്യാതെ. വലിയ കുഴപ്പമില്ല, തലവേദനയും BP ലോ ഒക്കെ ആയിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, ഞങ്ങളൊരു പണ്ട് തൊട്ടേ ഞാനും അവനൊക്കെ ഒരുമിച്ച് കൊച്ചച്ഛനും കുഞ്ഞമ്മയൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ്. അപ്പോൾ ഭയങ്കര നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ തിരിച്ച് വീട്ടിൽ വന്നു. ഒരു 10:30 ആവാറായിട്ടുണ്ട് സമയം. 10:30 കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുന്നത്, ഒന്നുമില്ല, ഡ്രസ്സ് മാറ്, കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, BP ലോ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ ഇതായിരുന്നു ഇന്നൊരു കുഞ്ഞു വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ടാറ്റാ.